ഹായ് ഫാമിലീസ്, കുറച്ച് ദിവസമായില്ലേ വീഡിയോസ് ഒക്കെ കണ്ടിട്ട്. വേറെ ഒന്നുകൊണ്ടല്ല, ഞാൻ കുറച്ച് ബിസിയും കാര്യങ്ങളൊക്കെ ആയിരുന്നു. അപ്പോൾ ഇന്നത്തെ നമ്മുടെ വീഡിയോ എന്ന് പറയുന്നത് ഒരു സിമ്പിൾ ഗെറ്റ് റെഡി വിത്ത് മീ ആണ് ഞാൻ ചെയ്യാൻ പോകുന്നത്. സോ നമുക്ക് ഇന്നത്തെ വീഡിയോയിലേക്ക് പോവാം. പിന്നെ അതിനു മുൻപ് നിങ്ങൾ ആരെങ്കിലും പുതിയതായിട്ട് എൻ്റെ വീഡിയോ കാണുന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. സോ നമുക്ക് ഇന്നത്തെ വീഡിയോയിലേക്ക് പോകാം ഗൈസ്, കമോൺ. സോ ഗൈസ്, അപ്പോൾ ഞാൻ ഐബ്രോസ് ആദ്യം ഫില്ല് ചെയ്യാം. അപ്പോൾ ഐബ്രോസ് ഫില്ല് ചെയ്യാൻ വേണ്ടിയിട്ട് ഞാൻ സ്വിസ് ബ്യൂട്ടിയുടെ ഐബ്രോ പെൻസിലാണ് എടുത്തിട്ടുള്ളത്. നമ്മുടെ ഡാർക്ക് ഗ്രേ കളറാട്ടോ എടുത്തിട്ടുള്ളത്. സോ ഇത് ഞാൻ ഇൻസ്റ്റാഗ്രാമിൽ ഒരു ചേച്ചിയുടെ വീഡിയോ കണ്ടിട്ട് ഇൻസ്പയർ ആയിട്ട് വാങ്ങിച്ചതാണ്. നിങ്ങൾ ആരെങ്കിലും യൂസ് ചെയ്തിട്ടുണ്ടെന്നുണ്ടെങ്കിൽ ഇതൊന്ന് കമൻറ്റ് അറിയിക്കുക. എനിക്കിത് യൂസ് ചെയ്തിട്ട് ഭയങ്കര ഒരു ആർട്ടിഫിഷ്യൽ ലുക്ക് വരുന്ന പോലെ എനിക്ക് തോന്നിയിട്ടുണ്ടായിരുന്നു. പിന്നെ ഇത് വാങ്ങിച്ചതല്ലേന്ന് വിചാരിച്ചിട്ട് ഇത് എങ്ങനെയെങ്കിലും കഴിക്കണ്ടേ, അങ്ങനെയായിട്ട് ഞാനിതിപ്പോൾ യൂസ് ചെയ്യുന്നതാണ്. എനിക്ക് തോന്നുന്നത് എനിക്ക് ബ്രൗൺ ഷെയ്ഡ് തന്നെയാണ് കുറച്ചും കൂടി നല്ലതെന്നാണ് എനിക്ക് തോന്നുന്നത്. സോ നമുക്കിത് കോംബ് ചെയ്ത് കൊടുക്കാം. നിങ്ങൾക്ക് കണ്ടിട്ട് എങ്ങനെയുണ്ട് നിങ്ങൾ കമൻറ്റ് ചെയ്തിട്ട്. എനിക്കിതൊരു ഭയങ്കര ആർട്ടിഫിഷ്യൽ ലുക്ക് തരുന്ന പോലെ എനിക്ക് തോന്നി. ഞാൻ ഐബ്രോസും ത്രെഡും ചെയ്തിട്ടില്ല, കുറച്ച് ദിവസം പിന്നെ നമ്മളുള്ളത് വെച്ച് അഡ്ജസ്റ്റ് ചെയ്യാമല്ലോ എന്ന് വിചാരിച്ചിട്ടാണ്. ഐബ്രോസ് ഞാൻ ഫില്ല് ചെയ്തിട്ടുണ്ട്. ഒരു ആർട്ടിഫിഷ്യൽ ലുക്ക് തരുന്ന പോലെ എനിക്ക് തോന്നുന്നുണ്ട് ഗൈസ്. ഐബ്രോസ് ഫില്ല് ചെയ്തിട്ടുണ്ട്. സോ നിങ്ങൾക്ക് എങ്ങനെയുണ്ടെന്നുള്ളത് കമൻറ്റിൽ അറിയിക്കാം. നെക്സ്റ്റ് ഞാൻ കാജലാണ് എടുത്തിട്ടുള്ളത്. ഞാൻ ഫേസസ് കാനഡയുടെ കാജലാട്ടോ ഗൈസ് എടുത്തിട്ടുള്ളത്. അപ്പം ഞാനത് വാട്ടർ പ്രൂഫാണ്, സ്മഡ്ജ് പ്രൂഫാണ്, ഡെർമറ്റോളജിക്കലി ടെസ്റ്റഡ് ഒക്കെ ആണെന്നൊക്കെ എഴുതിയിട്ടൊക്കെ ഉണ്ട്. എന്തൊക്കെ തന്നെ ആയാലും നമുക്കിത് അപ്ലൈ ചെയ്ത് കൊടുക്കാം. ഇപ്പോൾ കണ്ണിൽ മീൻസ് സാധാരണ ഇത് എഴുതുമ്പോൾ എനിക്ക് കണ്ണിൽ നിന്ന് വെള്ളം വരാറുണ്ട്. ഇത് എന്താ അറിയില്ല, ഈ പ്രാവശ്യം എനിക്ക് കണ്ണിൽ നിന്ന് വെള്ളം വന്നിട്ടില്ല. ഇല്ലേ, വരുന്നുണ്ട്. അല്ലെങ്കിൽ സാധാരണ എനിക്ക് എഴുതുമ്പോൾ അപ്പം തന്നെ കണ്ണിൽ നിന്ന് വെള്ളം വരും. ഇതെനിക്ക് മാത്രമാണോന്ന് അറിയില്ല, വന്നില്ലേ കുടുകുടാന്ന് വെള്ളം വരും. അപ്പം നമ്മൾ ഫേസസ് കാനഡയുടെ കാജലാട്ട് എടുത്തിട്ടുണ്ടായിരുന്നത്. ഇതാണ് ഗൈസ്, നീരുപിടിച്ചയുടെ പ്രധാന ഘടകം ഈ ഒരു കാജലാണ്. നമുക്കൊരു ചെറിയൊരു പൊട്ട് വെച്ച് കൊടുക്കാം. ഞാനൊരു ബ്ലാക്കിൻ്റെ ഒരു ഐടെക്സിൻ്റെ കാജൽ എന്നാണ് വായിൽ വന്നത്. സോ ഐടെക്സിൻ്റെ പല്ലവി കുങ്കുമം സ്പോട്ട് 2-in-1. എങ്ങനെയുണ്ട് കേസ്, കൊള്ളാവോ? സോ നെക്സ്റ്റ് നമ്മുടെ ലിപ്സ്റ്റിക് ആണ്. ഞാൻ മാഴ്സിൻ്റെ ലിപ്സ്റ്റിക്കാണ് എടുത്തിട്ടുള്ളത്, ലിക്വിഡ് ലിപ്സ്റ്റിക്കാണ്. ഞാനത് കുറച്ച് ദിവസമായിട്ടുള്ള ഈ സംഭവം വാങ്ങിച്ചിട്ട്. ഷെയ്ഡ് നെയിം വരുന്നത് ബിഗാണ് ഷെയ്ഡ് നെയിം വരുന്നത്. സോ ഞാൻ നിങ്ങൾക്ക് വേണ്ടി അപ്ലൈ ചെയ്ത് കാണിച്ചു തരാം ഗൈസ്. സൂപ്പർ ഷെയ്ഡാണ്, ഓൾമോസ്റ്റ് എല്ലാ സ്കിൻ ടോണ് ചേരുന്ന ഒരു ഷെയ്ഡ് കൂടിയാണ്. ജസ്റ്റ് ഒന്നൊരു കോട്ടിങ് മാത്രം ഇട്ടാൽ മതി ഗൈസ്. അടിപൊളിയൊരു ഷെയ്ഡാണ്. പിന്നെ ഡെയിലി യൂസിന് ഞാൻ ഒരിക്കലും ഓക്കെ പറയില്ല, ബട്ട് അതർവൈസ് ഓക്കെ, നല്ല അടിപൊളി ഷെയ്ഡാണ്. ചുണ്ടുണ്ടല്ലോ ഇങ്ങനെ ലിപ്പിങ്ങനെ എടുത്ത് കാണിക്കും. നമ്മുടെ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടിട്ടുള്ള ഷെയ്ഡാണ് എൻ്റെ ഹോസ്റ്റലിൽ. സോ ഗൈസ്, നിങ്ങൾക്ക് ഇതിൻ്റെ ലിങ്ക് വേണമെന്നുണ്ടെങ്കിൽ കമൻറ്റ് ചെയ്താൽ. സോ ഗൈസ്, അപ്പോൾ ഞാൻ ഹെയർ ഒന്ന് സെറ്റ് ചെയ്തിട്ട് വരാം. ചിലപ്പോൾ ക്യാമറയിൽ നോക്കി ചെയ്തിട്ടുണ്ടെങ്കിൽ സംഭവം സെറ്റ് ആവില്ല. ഓൾറെഡി എവിടേക്കെങ്കിലും പോകണമെന്ന് ഓൾറെഡി മനസ്സിൽ കരുതിയിട്ടുണ്ടെങ്കിൽ ഹെയർ എൻ്റെ എന്താ പറയുക കയ്യിൽ നിൽക്കില്ല ഗൈസ്. ഞാൻ ഹെയർ ഒന്ന് സെറ്റ് ചെയ്തിട്ട് വരാം. സോ ഞാൻ ഹെയർ സെറ്റ് ചെയ്തിട്ടുണ്ട്. ജസ്റ്റ് ഒന്ന് മുകളിലേക്ക് പിടിച്ചൊരു ക്ലിപ്പ് ചെയ്തു, അത്രേ ഉള്ളൂ ഗൈസ്. വേറെ ഒന്നുമില്ല. ഹെയർ ഇത്രയും മാത്രമേ ചെയ്തിട്ടുള്ളൂ. നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ നിങ്ങൾ എന്തെങ്കിലും കമൻറ്റ് അറിയിക്കുക. പിന്നെ ഞാൻ വാച്ച്, എനിക്ക് എല്ലാ ഡ്രസ്സിനും ഇപ്പോൾ വാച്ച് നിർബന്ധമാണ്. സോ ഞാൻ ഫസ്റ്റ് ജോലിക്ക് പോയിട്ട് ആദ്യമായിട്ട് എനിക്ക് വേണ്ടി വാങ്ങിച്ചത് ഒരു വാച്ചാണ്. അപ്പോൾ അത് എനിക്ക് കമ്പൽസറി ആണ്. ഏത് ഔട്ട്ഫിറ്റ് ഇട്ടാലും എനിക്ക് വാച്ച് ഇല്ലാണ്ട് എനിക്ക് പറ്റില്ല. സോ ഞാൻ വാച്ച് എടുത്തിട്ട് വരാം. ഇതാണ് എൻ്റെ വാച്ച് എന്ന് പറയുന്നത്. അപ്പോൾ വാച്ചും കൂടി ഇട്ട് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ സംഭവം ഓക്കെ.
സോ ഗായ്സ്, അപ്പൊ ഇതാണ് എൻ്റെ ഫൈനൽ ഔട്ട്ഫിറ്റ് എന്ന് പറയുന്നത്. ഞാൻ വീഡിയോ എടുക്കുന്നതിന് മുൻപ് ഫേസിൽ ഒരു സൺസ്ക്രീനും അതുപോലെ തന്നെ ഒരു മോയ്സ്ചറൈസറും അപ്ലൈ ചെയ്തിട്ടുണ്ടായിരുന്നു. പിന്നെ അതിനുശേഷമാണ് ഞാൻ ഐബ്രോസ് ഫില്ല് ചെയ്തത്. പിന്നെ കാജൽ അപ്ലൈ ചെയ്തിട്ടുണ്ട്, ലിപ്സ്റ്റിക്കും അപ്ലൈ ചെയ്തിട്ടുണ്ട്. വേറെ ഒന്നും ഫേസിൽ ഞാൻ ചെയ്തിട്ടില്ല. ആക്സസറീസ് ആയിട്ട് ഞാൻ ഒരു ഇയറിംഗ്സും അതുപോലെ തന്നെ ഈ ഒരു വാച്ചാണ് ഇട്ടിട്ടുള്ളത്. പിന്നെ ഡ്രസ്സിന്റെ ഇത് പറയാണെന്നുണ്ടെങ്കിൽ, കോസ്റ്റ്യൂം പറയാനാണെന്നുണ്ടെങ്കിൽ ഈ ഒരു ടോപ്പ്, വൈറ്റ് ടോപ്പും പിന്നെ ഈ ഒരു ബൂട്ട് കട്ടിന്റെ പാന്റാണ് ഇട്ടിട്ടുള്ളത്. പിന്നെ ഹെയർ ജസ്റ്റ് ഒന്ന് പോണിറ്റെയിൽ എന്ന് പറയാൻ പറ്റില്ല, ജസ്റ്റ് ഒന്ന് ഫ്രണ്ടിൽ നിന്ന് മുടി എടുത്തിട്ട് ഒന്ന് ജസ്റ്റ് ഒന്ന് ക്ലിപ്പ് ചെയ്ത് വെച്ചിട്ടുണ്ട്. വേറെ ഒന്നും ഞാൻ ചെയ്തിട്ടില്ല. അപ്പൊ ഇതാണ് എൻ്റെ ഫൈനൽ ഔട്ട്ഫിറ്റ് എന്ന് പറയുന്നത്. വളരെ സിമ്പിൾ ആയിട്ടുള്ള ഒരു മേക്കപ്പ് ലുക്കാണ്. സോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ടാൽ എന്തായാലും ലൈക്കും ഷെയറും കമന്റ് ചെയ്യാനായിട്ട് മറക്കരുത്. നെക്സ്റ്റ് വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം. അതുവരെ എല്ലാവർക്കും ബൈ, ലവ് യു ഓൾ.